ആണ് അക്ബറിന്റെ പ്രോബ്ലം. ഇത്ര അഗ്രസീവ്, ഇത്രയും ദേഷ്യം അക്ബറിന് എന്തിനാണ്? എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് എന്തോ സംഭവമുണ്ട്. എനിക്ക് ഇനി തൂറാനുള്ള സമയം കിട്ടുമോ എന്തോ. കാര്യത്തിലും അക്ബർ ഭയങ്കര ദേഷ്യമാണ്. ഞാൻ പല പ്രാവശ്യം വാൺ ചെയ്തു. ശ്രീധരേണ, ഇനി എന്ത് പറ്റാനടാ, എല്ലാം പോയി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ബോഡി ലാംഗ്വേജ്, ഇത് സഹിക്കാൻ പറ്റില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറയാണ്. നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഈ സൈസ് സാധനങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് വരുമായിരുന്നു. ഈ സായിപ്പന്മാർ ഇന്ത്യയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ സോറിയും താങ്ക്സ് ഒന്ന് കേൾക്കേണ്ടി വരൂലായിരുന്നല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഇത് ആൾക്കാർ കാണുന്നല്ലേ. അക്ബർ വീട്ടിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? പടമെക്കെട്ട് കയറിയാണ്ടല്ല, തേച്ചാലും കുളിച്ചാലും പുകാത്ത് പറയാൻ നമുക്ക് അറിയാനിട്ടല്ല. മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യുന്ന വിധം, നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന കാര്യം, ഇത് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് 24/7. പണ്ടേ ദുർബലൻ, ഇനി കൂട്ടത്തിൽ ഗർഭണനും കൂടി ആകാത്ത കുറവേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. അല്ല, മാത്രല്ല ഞാൻ കണ്ടത് അക്ബർ ആ പില്ലോ എടുത്ത് അയാളെ എറിയുക. എന്താ കാര്യം? സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാ. അക്ബർ ഇതൊന്നും ചെയ്തിട്ടില്ലെന്നാണോ പറയുന്നത്? ചുമ്മാ എന്റെ ദൈവമേ, ഇതൊക്കെ കേട്ടിട്ടേ എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. കാണണോ പ്രേക്ഷകർ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക എന്താണെന്ന്? ബിഗ് ബോസ് ആ വളരെ പാവപ്പെട്ട അക്ബറിനെ ഒന്ന് കാണിച്ചു കൊടുക്കും. ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഹിമാലയകൊള്ളാം, അതിനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് ഓവറായില്ലേ? ആ വീരഭദ്രന് കണക്കിന് കിട്ടിയില്ലേ? ഞങ്ങൾ മുഴിക്കാൻ കാണിക്കുന്നില്ല, കാണിക്കാൻ പറ്റാത്തതാണ് പലതും. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നമ്മള് മാത്രം തെറ്റ് ചെയ്തു പറയുമ്പോ അതിനെന്താ, അത് കൺട്രോൾ ചെയ്യണം. ഒരു മാറ്റവും ഇല്ലല്ലോ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ കൺഫെഷൻ റൂമിലോട്ട് വരൂ. പേഴ്സണൽ ആയിട്ട് പറയുക, ഐ ആം പ്രൗഡ് ഓഫ്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഉളകളോട് വർത്താനം പറയാൻ?